സർ, മെയ് 4-ാം തീയതി തിരഞ്ഞെടുപ്പ് റിസൾട്ട് വരും. ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇനി അത്ര സമയമേ ബാക്കിയുള്ളൂ. പക്ഷേ ഈ തിരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് ശേഷമുള്ള CPM-ന്റെ അവസ്ഥ എന്ത് എന്നതാണ് എന്റെ ചോദ്യം. മെയ് 4-ാം തീയതി ഏതാണ്ട് ഇതേ സമയമാകുമ്പോൾ CPM-ന്റെ കാര്യത്തിൽ തീരുമാനമാകും. ഇന്ത്യയിലെ ഒരേ ഒരു കമ്മ്യൂണിസ്റ്റ് തുരുത്തായ കേരളത്തിൽ CPM തകർന്നടിയും, അക്കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. CPM കേരളത്തിൽ തകർന്നടിയുന്നത് അഖിലേന്ത്യാ തലത്തിൽ തന്നെ CPM-ന്റെ നിലനിൽപ്പും ഭാവിയും അപകടത്തിലാക്കുന്ന വലിയ രാഷ്ട്രീയ തകർച്ചയായിരിക്കും. കാര്യം ഇത് സംഭവിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ 100 വർഷം പൂർത്തിയാക്കി കഴിഞ്ഞ ഒരു സമയത്താണ്. CPI-യുടെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപവൽകൃതമായിട്ട് ഇത് 101-ാം വർഷമാണ്. 1925 ഡിസംബർ 26-ാം തീയതി കാൺപൂർ സമ്മേളനത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ രൂപവൽകൃതമായി എന്നാണ് അവരുടെ ഒരു കണക്കുകൂട്ടൽ. CPM വിശ്വസിക്കുന്നത് 1920 ഒക്ടോബർ 17-ാം തീയതി താഷ്കെൻഡിൽ നടന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യോഗം അത് വിളിച്ചുകൂട്ടിയത് MN റോയിയും സഹാക്കന്മാരുമാണ്. അന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ടത് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇത് 106-ാം വർഷം. ഈ കാലത്തെ ഈ പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM ആണ്. 1977 മുതൽ പശ്ചിമ ബംഗാളിലോ ത്രിപുരയിലോ കേരളത്തിലോ CPM നേതൃത്വം നൽകുന്ന ഏതെങ്കിലും ഒരു ഭരണകൂട മന്ത്രിസഭ നിലവിലുണ്ടായിരുന്നു. മെയ് 4-ാം തീയതി തെരഞ്ഞെടുപ്പ് പരാജയത്തോടെ ആ പാരമ്പര്യത്തിനാണ് അവസാനം കുറിക്കുന്നത്. നമുക്കറിയാം, 57-ൽ ലോകത്ത് ആദ്യമായി ബാലറ്റിലൂടെ EMS നമ്പൂതിരിപ്പാടിന്റെ മന്ത്രിസഭ അധികാരത്തിൽ വന്നു. അന്ന് അഭിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി. 67-ൽ വീണ്ടും സപ്തകക്ഷി മുന്നണി അധികാരത്തിൽ വന്നു. 67-ൽ തന്നെ ബംഗ്ലാ കോൺഗ്രസിൽ നിന്ന് വിഘടിച്ചുപോയ ഒരു കക്ഷി അജയ് മുഖർജി മുഖ്യമന്ത്രിയായി 67-ലും 69-ലും ബംഗാളിൽ അധികാരത്തിൽ വന്നു. ജ്യോതി ബസു CPM നേതാവ് അന്ന് ഉപമുഖ്യമന്ത്രിയായിരുന്നു. അതിനുശേഷം 1977-ൽ CPM-ഉം CPI-യും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും RSPയും ഫോർവേഡ് ബ്ലോക്കും മാത്രമുള്ള ഇടതുപക്ഷ മുന്നണി ബംഗാളിൽ അധികാരത്തിൽ വന്നു. 2018 വരെ തുടർച്ചയായി 34 വർഷം ബംഗാൾ ഭരിച്ചു. അതിനുശേഷം ത്രിപുരയിലും അധികാരത്തിൽ വന്നു. പല കാലഘട്ടങ്ങളിൽ നൃപൻ ചക്രവർത്തി, ദശരഥ് ദേവ്, മണിക് സർക്കാർ ഇങ്ങനെ 3 മുഖ്യമന്ത്രിമാർ CPM-ന് ത്രിപുരയിൽ ഉണ്ടായി. ഏറ്റവും അവസാനം 25 വർഷം തുടർച്ചയായാണ് ത്രിപുര ഭരിച്ചത്, 93 മുതൽ 2018 വരെ. കേരളത്തിൽ ഈ കാലഘട്ടത്തിൽ നായനാരുടെ 3 മന്ത്രിസഭകൾ 1980, 87, 96, അച്യുതാനന്ദന്റെ മന്ത്രിസഭ 2006, അതിനുശേഷം 2016 മുതൽ പിണറായി വിജയന്റെ മന്ത്രിസഭ. പക്ഷെ ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തോടെ CPM-ന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ വലിയ ഒരു യുഗത്തിന്റെ അന്ത്യമാണ്. ഇപ്പൊ അഖിലേന്ത്യാ തലത്തിൽ തന്നെ CPM-ഉം CPI-യും RSPയും ഒക്കെ ഉൾക്കൊള്ളുന്ന ഇടതുപക്ഷം ഇത്രയും ദുർബലമായ ഒരു കാലഘട്ടം ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആകെ കിട്ടിയത് അഖിലേന്ത്യാ തലത്തിൽ 2.52% വോട്ടുകൾ മാത്രമാണ്. CPM-ന് ആകെ 1.76% വോട്ടുകൾ. 4 സീറ്റ്, കേരളത്തിലും രാജസ്ഥാനിൽ ഓരോ സീറ്റ്, തമിഴ്നാട്ടിൽ 2 സീറ്റ്. CPI-ക്ക് മൊത്തം 2 സീറ്റ്, തമിഴ്നാട്ടിൽ 0.49% വോട്ടാണ് CPI-ക്ക് ആകെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത്. CPI-ML, ബീഹാറിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPI-ML ആണ്. അവർക്ക് 0.27% വോട്ടുകളും 2 സീറ്റും. RSPക്ക് 1 സീറ്റ്. അങ്ങനെ ലോക്സഭയിൽ മൊത്തം 9 സീറ്റുകൾ മാത്രമുള്ള സമയത്താണ് അവശിഷ്ട മന്ത്രിസഭ, കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ മന്ത്രിസഭ കേരളത്തിൽ അധികാരത്തിൽ നിന്ന് പുറത്തു പോകുന്നത്. ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ആദ്യം ഉയർന്ന ചോദ്യം, സർവശക്തനായി CPM അടക്കിവാണ് കേരളത്തിൽ CPM-ന്റെ സംഘടനാ സംവിധാനം മുഴുവനും കാരണഭൂതൻ എന്ന് പിന്നീട് വിമർശകരൊക്കെ വിശേഷിപ്പിച്ച പിണറായി വിജയൻ എന്ന വ്യക്തിയിൽ അധിഷ്ഠിതമായി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. LDF പരാജയപ്പെട്ടാലും പിണറായി വിജയൻ കണ്ണൂർ ജില്ലയിലെ ധർമ്മടത്ത് നിന്ന് ഭൂരിപക്ഷം കുറഞ്ഞിട്ടാണെങ്കിലും വിജയിക്കും.
സ്വാഭാവികമായിട്ടും ഉയരുന്ന ഒരു ചോദ്യമുണ്ട്. പരാജയപ്പെടുന്ന LDF പ്രതിപക്ഷത്തായിരിക്കും. ആരായിരിക്കും പ്രതിപക്ഷ നേതാവ്? സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ നേതാവായി വരേണ്ട 6-7 പേരുണ്ട്. അതിൽ കുറെ പേരുടെ പേര് ഞാൻ പറയാം. ഒന്ന് KK ശൈലജ, P രാജീവ്, KN ബാലഗോപാൽ, VN വാസവൻ, മുഹമ്മദ് റിയാസ്, TP രാമകൃഷ്ണൻ. പക്ഷെ CPM-ന്റെ ഒരു കണക്കനുസരിച്ച്, പാർട്ടിക്കകത്തുള്ള കണക്കനുസരിച്ച് ഇത്രയും പേരിൽ ആരെങ്കിലും ഒരാൾ ജയിക്കുമോ എന്ന് തിരഞ്ഞെടുപ്പ് ഫലം വന്നാൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. കാര്യം കടുത്ത മത്സരമാണ് നടക്കുന്നത്. KK ശൈലജ പേരാവൂരിൽ നിന്ന് കോൺഗ്രസിന്റെ മണ്ഡലമാണ്, ജയിക്കില്ല എന്ന് ഉറപ്പായിട്ടുണ്ട്. P രാജീവ് കളമശ്ശേരിയിൽ കടുത്ത മത്സരം നേരിടുന്നു. KN ബാലഗോപാൽ ഐഷാപോറ്റിൽ നിന്നും കൊട്ടാരക്കരയിൽ കടുത്ത മത്സരം നേരിടുന്നു. VN വാസവൻ ഏറ്റുമാനൂരിൽ വിജയിക്കുമെന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് പോലും സംശയമുണ്ട്. മുഹമ്മദ് റിയാസും അൻവറും തമ്മിൽ ബേപ്പൂരിൽ ഏറ്റുമുട്ടുന്നു. TP രാമകൃഷ്ണൻ പേരാമ്പ്രയിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയുമായി കടുത്ത മത്സരത്തിലാണ്. ഇവരിൽ ആരെങ്കിലുമാണ് പ്രതിപക്ഷ നേതാവ് ആകേണ്ടത്. മുഖ്യമന്ത്രിയായി 10 വർഷം വാണ കേരള നിയമസഭയിൽ പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരിക്കും എന്ന് അദ്ദേഹത്തെ അടുത്തറിയുന്നവരാരും വിശ്വസിക്കുന്നില്ല. അപ്പൊ ഒന്ന് സംഭവിക്കുന്നത് ഇതാണ്. രണ്ടാമത്തേത്, MV ഗോവിന്ദനായിരുന്നു പാർട്ടി സെക്രട്ടറി. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ സ്ഥാനാർത്ഥിത്വത്തോടെ MV ഗോവിന്ദനെതിരായി വലിയ വിമർശനങ്ങൾ ഉയർന്നു. തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടത്തിൽ ഡെയിലി ബ്രീഫിംഗ് മുഴുവൻ M സ്വരാജാണ് നടത്തിയത്. MV ഗോവിന്ദന്റെ പ്രസംഗങ്ങൾ, MV ഗോവിന്ദൻ നടത്തിയ പ്രസ്താവനകളൊക്കെ പാർട്ടിക്കാർക്ക് പോലും ദഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല. തിരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം സ്വാഭാവികമായിട്ടും പിണറായി വിജയനെതിരെ മാത്രമല്ല MV ഗോവിന്ദനെതിരെയും പാർട്ടിക്കകത്ത് വലിയ വിമർശനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി സംഭവിക്കുന്നത്, പിണറായി വിജയൻ വീണ് കഴിഞ്ഞാൽ അത് എല്ലാ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലും സംഭവിച്ചിട്ടുള്ളതാണ്. സർവാധികാരിയായി വാണിരുന്ന ഒരു നേതാവ് വീണ് കഴിഞ്ഞാൽ പിന്നെ അനുയായികൾ ചിതറിപ്പോവും. അന്തഃപുര രഹസ്യങ്ങൾ മുഴുവൻ തുറന്നു പറയും. ഒരു വൻമതിലാണ് തകർന്നു വീഴാൻ പോകുന്നത്. പിണറായി വിജയന്, അദ്ദേഹത്തിന്റെ മകൾക്ക്, അംഗങ്ങൾക്ക് എതിരായി ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളുടെ സത്യാവസ്ഥകൾ കൂടെ നിന്നവർ പുറത്തു പറയുവാൻ ആരംഭിക്കും. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് മുമ്പ് തന്നെ കണ്ണൂർ ജില്ലയിൽ സംഭവിച്ചു നോക്കുക. TK ഗോവിന്ദനും V കുഞ്ഞികൃഷ്ണനുമൊക്കെ ജില്ലയിലെ ഉയർന്ന നേതാക്കന്മാർ പുറത്തു വരികയും പാർട്ടിയിലെ അഴിമതികളെ കുറിച്ച് തുറന്നു പറയുകയും ചെയ്തു. അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. കണ്ണൂർ ജില്ലയാണ് സത്യത്തിൽ പിണറായി വിജയന്റെ തുറന്നുള്ള രാഷ്ട്രീയ ഭാവി നിശ്ചയിക്കുക. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 50,000-ത്തിലധികം വോട്ടുകൾക്കാണ് ധർമ്മടത്ത് നിന്നും പിണറായി വിജയൻ വിജയിച്ചത്. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു കാരണവശാലും അത്രയും ഭൂരിപക്ഷം അദ്ദേഹത്തിന് കിട്ടാൻ സാധ്യതയില്ല. ഭൂരിപക്ഷം കുറയും. വലിയ അമിത ആത്മവിശ്വാസമുള്ള UDF-ന്റെ നേതാക്കന്മാർ ഒരുപക്ഷെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയോടെ വിജയിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ സംഭവിക്കില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, CPM-ന്റെ കൊത്തളങ്ങൾ കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിൽ വ്യാപകമായി CPM-ൽ നിന്നും വോട്ട് ചോർച്ച ഉണ്ടാവും. എക്സിറ്റ് പോൾ ഫലങ്ങളിൽ പോലും അതിന്റെ സൂചനയുണ്ട്. 4 മുതൽ 6 വരെ സീറ്റുകൾ കണ്ണൂർ ജില്ലയിൽ UDF-ന് ലഭിക്കുമെന്നാണ് പല എക്സിറ്റ് പോളുകളും പറയുന്നത്. കണ്ണൂർ ജില്ലയിലെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം എല്ലാവർക്കും അറിയാം. പാർട്ടിക്കെതിരായി ശബ്ദിക്കാൻ പോലും പേടിയുള്ള ഒരു ജനവിഭാഗമാണ് പാർട്ടി ഗ്രാമങ്ങളിലുള്ള ആൾക്കാർ. പക്ഷെ CPM-ന്റെ അകത്ത് ഉള്ള ഒരു ബലമായ ഒരു സംശയം പാർട്ടി ഘടകങ്ങളിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന് UDF-ലേക്ക് വോട്ടുകൾ വ്യാപകമായി ചോർന്നു പോയിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ട് എത്രമാത്രം ഈ വോട്ടുകൾ ചോർന്നു പോയിട്ടുണ്ട് എന്ന് തെരഞ്ഞെടുപ്പ് ഫലം വന്നാൽ മാത്രമേ വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ. പാർട്ടി ഉണ്ടാക്കിയിട്ടുള്ള ഭീതിയുടെ ഒരു അന്തരീക്ഷത്തിൽ തുറന്നു പറയുവാൻ ജനങ്ങൾ വിമുഖരാണ്. ഒരുപക്ഷെ എക്സിറ്റ് പോളുകളിൽ അതുകൊണ്ടായിരിക്കാം വലിയ തോതിൽ ഉള്ള വോട്ട് ചോർച്ചയെ കുറിച്ചൊന്നും സൂചനകൾ ഇല്ലാത്തത്. പിണറായി വിജയന്റെ ഭൂരിപക്ഷം കുറയുകയും TK ഗോവിന്ദൻ തളിപ്പറമ്പിലും V കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂരിലും വോട്ടുകൾ വർദ്ധിപ്പിക്കുകയും, അതായത് കഴിഞ്ഞ പ്രാവശ്യം UDF സ്ഥാനാർത്ഥികളായിട്ടാണ് മത്സരിക്കുന്നവർക്ക് കിട്ടിയ വോട്ടുകളെക്കാട്ടിൽ കൂടുതൽ വോട്ടുകൾ അവർക്ക് കിട്ടുകയും ചെയ്താൽ ഒരുപക്ഷെ അവർ വിജയിക്കണമെന്നില്ല. വിജയിച്ചു കഴിഞ്ഞാൽ സ്ഥിതിഗതികൾ പിന്നെ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ഇവർക്കൊക്കെ വോട്ട് കൂടിക്കഴിഞ്ഞാൽ തന്നെയും പാർട്ടിക്കകത്ത് വലിയ വിള്ളൽ സംഭവിക്കും. പാർട്ടിക്കകത്ത് സ്ഫോടനങ്ങൾ ഇനി ഉണ്ടാകും.
ഇനി പുതിയ വിമതർ രംഗപ്രവേശം ചെയ്യും. കാര്യം അവിടെ പാർട്ടിക്കകത്ത് ഒരുപക്ഷെ നമ്മൾ പുതിയ ആധുനിക ഒരു ടെർമിനോളജി ഉപയോഗിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വിമതരുടെ റിബലുകളുടെ ഒരു സ്ലീപ്പിംഗ് സെല്ലുകളുണ്ട്. ഒരു തക്ക അവസരം പാർത്തു നിൽക്കുകയാണ്. അവരെല്ലാം തുറന്നു പറയും. നവകേരള സദസ്സിന് പിന്നിലുണ്ടായിട്ടുള്ള രാഷ്ട്രീയ അഴിമതിയെക്കുറിച്ച് അവർ തുറന്നു പറയും. കാരണഭൂത സ്തുതിപാഠകരുടെ പ്രവൃത്തികളെ കുറിച്ച് അവരെല്ലാം തുറന്നു പറയും. അവർക്കെല്ലാം അറിയാം പാർട്ടിയുടെ നാടകങ്ങളെ കുറിച്ച് പാർട്ടിയുടെ ഉന്നത നേതാക്കന്മാർക്കെല്ലാം അറിയാം. അവര് അവസരം കാത്തു നിൽക്കുകയാണ്. പിണറായി വിജയൻ താഴെ വീണു അല്ലെങ്കിൽ പരാജയപ്പെട്ടു എന്ന് അറിയുന്ന നിമിഷം തന്നെ ഈ ചലനങ്ങൾ പാർട്ടിക്കകത്ത് സംഭവിക്കാൻ ആരംഭിക്കും. കല്യാശ്ശേരി, മട്ടന്നൂർ, അഴീക്കോട് തുടങ്ങിയ കണ്ണൂരിലെ പല മണ്ഡലങ്ങളിലും പാർട്ടിയുടെ കോട്ടകളിലും വലിയ ചോർച്ച ഉണ്ടാകും എന്ന ഭീതിയിലാണ് പാർട്ടിയുടെ ഉന്നത നേതാക്കന്മാർ. അതുകൊണ്ട് CPM-ന്റെ ആഭ്യന്തര കലാപത്തിന് തെരഞ്ഞെടുപ്പ് പരാജയം വലിയ ആക്കം കൂട്ടുകയും പുതിയ ശാക്തിക ബന്ധങ്ങൾ CPM-നകത്ത് സംഭവിക്കുകയും ചെയ്യും. ഇത്രയും സംഭവിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ CPM-നെ കുറിച്ചുള്ള ഒരു വലിയ ആരോപണം അല്ല യാഥാർത്ഥ്യം, പോളിറ്റ് ബ്യൂറോയെ അത് നിഷ്പ്രഭമാക്കി എന്നുള്ളതാണ്. കേരളത്തിൽ നിന്നാണ് CPM-ന്റെ പോളിറ്റ് ബ്യൂറോയെ നയിക്കുന്ന MA ബേബിയുള്ള ബേബിക്കൊന്നും ഒരു ശബ്ദവുമില്ല. പക്ഷെ ഇനി സംഭവിക്കാൻ പോകുന്നത് മെയ് 4-ാം തീയതി തെരഞ്ഞെടുപ്പ് ഫലം വരികയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പരാജയപ്പെടുകയും പിണറായി വിജയൻ കണ്ണൂർ ജില്ലയിലെ അദ്ദേഹത്തിന്റെ അനുയായികൾക്കൊപ്പം വലിയ രാഷ്ട്രീയ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ MA ബേബി ഉൾപ്പെടെയുള്ള പോളിറ്റ് ബ്യൂറോയുടെ ശബ്ദം നമുക്ക് വീണ്ടും കേൾക്കാൻ പറ്റും. കാര്യം ദുർബലനായ ഒരു പിണറായി വിജയനെയാണ് MA ബേബി ഇനി അഭിമുഖീകരിക്കാൻ പോകുന്നത്. ശബ്ദമില്ല എന്ന് പ്രതിയോഗികൾ ആരോപിക്കുന്ന MA ബേബിക്കുമൊക്കെ ഇനി ശബ്ദം ഉണ്ടാകും. ഇന്ത്യയിലെ CPM-നെ പുതിയ ഒരു വഴിക്ക് നയിക്കാൻ പോളിറ്റ് ബ്യൂറോ ചില തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യതയുണ്ട്. സംഘടനാ തലത്തിലുള്ള അഴിച്ചുപണിയാണ് അത് കേരളത്തിൽ ഇടതുപക്ഷവും ഉറ്റുനോക്കുന്നത്. അങ്ങനെ CPM-നകത്ത് ഇനി സംഭവിക്കാൻ പോകുന്ന പൊട്ടിത്തെറികളും തുടർ ചലനങ്ങളുമാണ്. യെസ്, എന്തായാലും സാർ സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ CPM-നകത്ത് ഒരു പൊട്ടിത്തെറി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു ആഭ്യന്തര കലാപം CPM-നകത്തുണ്ടാകാൻ സാധ്യതയുണ്ട്. ആ രീതിയൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ അത് മറികടന്നു കഴിഞ്ഞാൽ CPM-നകത്ത് വളരെ ശക്തി കേന്ദ്രങ്ങളായി പുതിയ ആളുകൾ അല്ലെങ്കിൽ അത്തരമൊരു നേതൃത്വം തന്നെ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ആര് പ്രതിപക്ഷ നേതാവായി എത്തും എന്നതൊക്കെ ഒരു ചോദ്യമായി അവശേഷിക്കുന്നുണ്ട്. വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.